നിങ്ങളുടെ ശരിക്കും ഈ ഞാനിപ്പോൾ ChatGPT നോക്കിയിരുന്നേ നിങ്ങളെ കുറിച്ച്. അപ്പോൾ അതിൽ മധുസൂദനൻ എന്നൊരു പേര് കണ്ട്. ശരിക്കും ഒറിജിനൽ പേര് അങ്ങനെ വല്ലതാണോ? മധുസൂദനൻ? ആ, നിങ്ങളുടെ പേര് അതിൽ കിടക്കുന്നത് സുധീകോപ്പ, മധുസൂദനൻ ശരിക്കും പേരുന്ന്. അങ്ങനെ പേരെന്റെ എനിക്ക് എന്റെ ബന്ധത്തിൽ പോലും ആർക്കും ഇല്ല അങ്ങനത്തെ പേര്. അപ്പൊ ഞാനും വിചാരിച്ചു, ഞാനും കേട്ടു. മധുസൂദനൻ എന്ന് പറഞ്ഞ ആൾ എനിക്ക് റിലേഷനിൽ പോലും ഇല്ല. നിങ്ങളുടെ പേരല്ല അപ്പ? എന്റെ അയൽവക്കത്തും ഇല്ല മധുസൂദനൻ. സോൾക്കാരൻ നാളെ പെങ്ങളുടെ കൂടെ എനിക്ക് എപ്പോഴും കോളേജിൽ പോകാൻ പറ്റൂല അല്ലേ. അതുകൊണ്ട് ഞാനതൊരു നൈസായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ ചെയ്തു, ഒച്ചെടുക്കാതെ കാര്യമായിട്ട്. അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ ഒരു പ്രാവശ്യം. പിന്നെയും കൂടുതൽ ബുദ്ധിമുട്ടിക്കുമ്പോഴാണല്ലോ പ്രശ്നത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ചെയ്തത് വെറൈറ്റി ആയിട്ട്. ഒരു വെറൈറ്റി മറ്റേതൊക്കെ ഐഡിയ ഒക്കെ ആദ്യം ആൾക്കാർ ചെയ്ത് നമുക്ക് ഭയങ്കര തിരക്കാന്നു. തിരക്കൊരു കുറവൊന്നുമില്ല. കാര്യം അന്നൊരു ഡേറ്റില്ല. ഓഡീഷന് പോണം, ഡയറക്ടർ ജോലിക്ക് പോകണം, എന്തെങ്കിലും ജോലിക്കും പോകണം. ജോലിക്കും പോവും കൂട്ടുകാരൊപ്പം ഹെൽപ്പറായിട്ടൊക്കെ പോകില്ല. എന്തൊക്കെ ജോലി? അത്യാവശ്യം നമ്മൾ പെയിന്റിങ് അങ്ങനത്തെ പണി. എല്ലാവർക്കും കൂടുതൽ പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് ഞാൻ കണ്ടേക്കുന്നത് അതിനകത്ത് പേരൊന്നുമില്ല. ഓട്ടോ ഡ്രൈവർ അല്ലേ? അല്ലല്ല, അതിനകത്ത് ഈ ഗണേശന്റെ കൂടുതൽ പുള്ളിയുടെ ശിങ്കിടി ആയിട്ട് പൊളിറ്റിക്കൽ ഗുണ്ടായിട്ടാ എന്നുവെച്ചാ അവര് പറയുന്ന കേട്ട് പോയി. അതാണല്ലോ ഇവരെ പോയി തല്ലുന്ന, ഈ ഭാവനെ പോയി തല്ലുന്ന ഇവര്. പുള്ളി പറഞ്ഞിട്ടാണല്ലോ അത്. അതിന് പേരൊന്നുമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, അടുത്ത ഡയറക്ടറിന്റെ അടുത്ത് പോകുമ്പോഴേ എന്നെ എന്തെങ്കിലും ഞാൻ അപ്പുറത്തൊരു സെബാസ്റ്റ്യൻ ക്യാരക്ടർ ചെയ്ത് ചുമ്മാ അടിക്കും. ഇവര് പോയി നോക്കാൻ പോകണല്ലോ. അത് പേരൊന്നുമില്ല. ഞാൻ തന്നെ ഒരു പേര് പറഞ്ഞിട്ട് അതിനകത്ത് ജെയ്സൺ എന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ജെയ്സൺ ഏത് ഭാവനെ തല്ലുന്നില്ല, ചുമ്മാ ഒരടി അടിക്കും. ഇന്ന ആളുടെ പേരൊക്കെ പറയും. ആണോ? അപ്പൊ എന്നെ പേര് പ്രശ്നം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പേരില്ലെങ്കിൽ തന്നെ നമ്മളൊരു പേരുണ്ടാക്കി ഒരിക്കലും നമ്മളെ അത് പറഞ്ഞ് ചെറിയത് പറയാൻ പോകില്ല. നീ ഞങ്ങൾ പറ്റിച്ചില്ലടാ എന്ന് പറയില്ലോ. അച്ഛനൊക്കെ ഈ ഡബിൾ റോളൊക്കെ ചെയ്യും. ബാലയിൽ അങ്ങനെയല്ലോ, ഡബിൾ റോളൊക്കെ ചെയ്യണമല്ലേ. കുറച്ച് നമ്മൾ ചെല്ലുമ്പോ മാത്രമേ അച്ഛനെ കാണുള്ളൂ. പിന്നെ അച്ഛനാന്ന് മനസ്സിലാവില്ല. കാര്യം അന്നത്തെ വിഗൊക്കെ ഇടക്ക് ഇങ്ങനെ വന്നിട്ട് ദുർവാസ വന്നിട്ട് ചായ കുടിച്ചില്ലേ, ചായപ്പൊക്കെ പറയും. അപ്പളെ അച്ഛൻ. അത് ഇപ്പൊ ആൾക്കാർ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവുന്ന എനിക്കറിയില്ല. അന്ന് നമുക്കറിയില്ല അച്ഛനോട് എന്ത് കാര്യം. അന്ന് ആരെന്തൊക്കെയാണെന്നറിയില്ല. ഇവരൊക്കെ അങ്ങനത്തെ മേക്കപ്പ് ഒക്കെ ഇട്ടാണല്ലോ ഇറങ്ങാം. നാരദം പോകും, നാരദ ഇടക്ക് മാറി വേറെ റോള് പോവും. ഒരു 2-3 റോളൊക്കെ ചെയ്യൂല ഇവര്. പിന്നെ അത്യാവശ്യം എല്ലാരും ഈ ഓപ്പറ എന്നുള്ള ഓപ്പറയൊക്കെ ആയിരുന്നു അന്ന്. അപ്പോൾ പറഞ്ഞോ, എന്താണ് സുധീകോപ്പയുടെ വിശേഷങ്ങൾ? എൻ്റെ ഏറ്റവും പുതിയ വിശേഷം എല്ലാരെയും പോലെ തന്നെ ആട് സിനിമ. എല്ലാരെയും പോലെ തന്നെ എല്ലാരും കാത്തിരിക്കുന്ന സിനിമ. അത് നല്ല വേഷമാണ്. നായകൻ ജയസൂര്യയുടെ ഒപ്പം കട്ടക്ക് നിൽക്കുന്ന വേഷം. ഒപ്പം നിൽക്കുന്നില്ല, പിന്നെ സൈഡിൽ ഞാൻ സണ്ണിയുടെ ഒപ്പം നിൽക്കണം. അവിടെ നിൽക്കാൻ പറ്റിയില്ല, അവിടെ അടുപ്പിച്ചില്ല. അവിടെ നിൽക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇതും വിളിക്കണം ഫസ്റ്റ് അവരുടെ കൂട്ടത്തേക്ക്. അപ്പോൾ അങ്ങനെ തിരിച്ച് ഞാൻ കഞ്ചാവ് സോമനിലേക്ക് എത്തിയത്. ഈ കഞ്ചാവ് സോമൻ ചെയ്യേണ്ട ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ക്ലാഷ് വന്നപ്പോ അങ്ങനെ വന്നിട്ട് ഞാൻ ഇതിലേക്ക് വന്നു. ഞാൻ പാപ്പൻ ഗ്രൂപ്പിലായിരുന്നു ആദ്യം. ആദ്യം പാപ്പന്റെ ഗ്രൂപ്പിലായിരുന്നു. പിന്നീട് പ്രൊമോഷൻ കിട്ടി ട്രാൻസ്ഫർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയതാണ്. ഒറ്റയ്ക്ക് വന്ന് പിന്നെ സണ്ണിവന്റെ കൂടെ ഇടയ്ക്ക് വിനായകൻ ചേട്ടൻ്റെ കൂടെ വരും. അങ്ങനെ പോണു. നിങ്ങളുടെ ശരിക്കും ഈ ഞാനിപ്പോൾ ChatGPT നോക്കിയിരുന്നേ നിങ്ങളെ കുറിച്ച്. അപ്പോൾ അതിൽ മധുസൂദനൻ എന്നൊരു പേര് കണ്ട്. ശരിക്കും ഒറിജിനൽ പേര് അങ്ങനെ വല്ലതാണോ? മധുസൂദനൻ? നിങ്ങളുടെ പേര് അതിൽ കിടക്കുന്നത് സുധീകോപ്പ, മധുസൂദനൻ ശരിക്കും പേരുന്ന്. അങ്ങനെ പേരെന്റെ എനിക്ക് എന്റെ ബന്ധത്തിൽ പോലും ആർക്കും ഇല്ല അങ്ങനത്തെ പേര്. അപ്പൊ ഞാനും വിചാരിച്ചു, ഞാനും കേട്ടു. മധുസൂദനൻ ആൾ എനിക്ക് റിലേഷനിൽ പോലും ഇല്ല. നിങ്ങളുടെ പേരല്ല അപ്പ? എന്റെ അയൽവക്കത്തും ഇല്ല മധുസൂദനൻ. അപ്പൊ ഞാനും വിചാരിച്ചു സുധീകോപ്പ ഇനി സ്റ്റൈലിന് വേണ്ടി മധുസൂദനൻ. അത്രക്ക് സ്റ്റൈല് വേണ്ട, അത്ര പരിഷ്കാരമൊന്നുമില്ല. ഞാൻ കവിതയൊക്കെ എഴുതുമ്പോ ചിലപ്പോ അങ്ങനെ പേരിട്ട് എനിക്ക്. കവിത എഴുതോ? അല്ല, അതിനുവേണ്ടി ഞാൻ ആ പേര് അല്ല റിയലി കവിത എഴുതോ? പിന്നെ ഇങ്ങനെ വന്ന് ആ പേരിന് വേണ്ടി ഒരു കവിത വേണം. പേര് ഒരുപാട് കവികളുള്ള സ്ഥലമാണ്, അവരെ നിർത്തിക്കളയും. നിങ്ങൾ ആദ്യമായിട്ട് അഭിനയിച്ച സാഗറിൽ ചാക്കിയിലാണല്ലേ? അതും ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ കണ്ടപ്പോഴാണ്. അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ അഭിനയിച്ചിട്ടില്ലായിരുന്നു. അതിൽ കാണാൻ വന്നിട്ടുണ്ട്. അതെ, ഷൂട്ടിങ് കാണാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ അമ്മേട്ടന്റെ പടത്തിന്റെ ഇതല്ലേ? അത്യാവശ്യം നീങ്ങിയാണ്. ഞാൻ ഫസ്റ്റ് അതിന്റെ ഓഡീഷന് പോയത്. ഓഡീഷൻ പോയി കഴിഞ്ഞപ്പോഴേ ഇതുപോലെ ഒന്നത്തെ കാര്യം
വേറെ ടെക്നിക്കലി ഭയങ്കര പടമാണല്ലോ അവരുടെ ഫസ്റ്റ് പടം. അപ്പോൾ ഇവിടുത്തെ നാടകക്കാരെ വിളിച്ച് അതിനകത്ത് ഓഡീഷൻ പോയത്. നാടകം വെച്ചാൽ നമ്മുടെ ഒരു സുഹൃത്തുക്കളെല്ലാവരും കൂടെ പോയത്. ചെന്നപ്പോൾ പ്രതീക്ഷയില്ല. കാര്യം സാധാരണഗതിയിൽ വേറെ ടൈപ്പ് ആൾക്കാരൊക്കെ കാസ്റ്റ് ചെയ്യുന്ന പടത്തില് അല്ലേ, സായിപ്പുടോണി അങ്ങനത്തെ ടീമൊക്കെ അല്ലേ. പക്ഷെ അതിനകത്ത് കിട്ടി. അത് സത്യത്തിൽ എനിക്ക് അന്നും അത് ഗംഭീര ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരുന്നു. ചുമ്മാ പോയതാണോ? ചുമ്മാ ഒന്നുമില്ല, കിട്ടാൻ വേണ്ടി അല്ല കിട്ടുമെന്ന് അറിയില്ലായിരുന്നു. കാര്യം ലുക്ക് വൈസ് ഫിസിക്കൽ ടൈപ്പ് ഒക്കെ ഇഷ്ടംപോലെ അതല്ല പറഞ്ഞത്. അതുകൊണ്ട് ഷെഗർ കിട്ടിയത് എനിക്ക് ഇപ്പോഴും കിട്ടിയെന്നല്ല, അതിനകത്ത് കിട്ടി. കുറെ പേരുണ്ടല്ലേ ഈ ഗ്രൂപ്പില്. പക്ഷെ അതിനകത്തൊരു ഡയലോഗും ഒരു മൂവ്മെന്റുള്ള സീൻ കിട്ടിയത് എനിക്ക്. അത്രയും പേരുടെ ഇടയെന്ന് പടത്തിന് വേണ്ടി. അന്ന് എന്തായിരുന്നു ചെയ്തത്? അന്ന് മറ്റേ ഭാവനെ വന്ന് അതല്ല, ഓഡീഷൻ എന്താ ചെയ്തത്? ഓഡീഷന് ശരിക്കും ചെയ്യിപ്പിച്ചത് എൻ്റെ പെങ്ങളെ കോളേജിൽ ഒരുത്തൻ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ആ കളിയാക്കുന്നതിനോട് എങ്ങനെ പെരുമാറും എന്നുള്ള സംഭവം. അപ്പം ഞാൻ അതിവിദഗ്ധമായിട്ട് ഇപ്പം ആൾക്കാരിപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെയാണല്ലോ. നമ്മളിപ്പോൾ എല്ലാവരും പറയില്ലേ, ചെന്നിട്ട് അവനിട്ട് ഇടിക്കുന്ന, അവനെ ചീത്ത വിളിക്കണ്. പക്ഷെ ഇനി കണ്ട് നീ എൻ്റെ പെങ്ങക്ക് വല്ലതും പറയേ. പക്ഷെ ഞാൻ ചെന്നങ്ങനല്ല. ഞാൻ ചെയ്തത് ശരിക്കും സോൾക്കാരും നാളെ പെങ്ങളുടെ കൂടെ എനിക്ക് എപ്പോഴും കോളേജിൽ പോകാൻ പറ്റില്ലല്ലോ അല്ലേ. അതുകൊണ്ട് ഞാനതൊരു നൈസായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ ചെയ്തു, ഒച്ചെടുക്കാതെ കാര്യമായിട്ട്. അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ ഒരു പ്രാവശ്യം. പിന്നെയും കൂടുതൽ ബുദ്ധിമുട്ടിക്കുമ്പോഴാണല്ലോ പ്രശ്നത്തിലേക്ക് പോകണ്ട. അങ്ങനെ ചെയ്ത് വെറൈറ്റി ആയിട്ട് ഒരു വെറൈറ്റി കാര്യം. മറ്റേതൊക്കെ ഐഡിയ ഒക്കെ ആദ്യം ആൾക്കാർ ചെയ്ത് നല്ല ഐഡിയ ഒക്കെ ആദ്യം പോയി. പിന്നെ എനിക്ക് അവിടെ കിടന്ന് കിട്ടിയ ഐഡിയ അങ്ങനെ നൈസായിട്ട് അത് കിട്ടി. അങ്ങനെ തന്നെ സെലക്ട് ചെയ്തു. അതോടെ പിന്നെ വെച്ചടി കയറ്റുമായിരുന്നു. ഇല്ലില്ല, അതോടെ വെച്ചടി ഇവരൊക്കെ വെച്ചടി ഞാൻ ഓരോ സെറ്റിലും കയറുമായിരുന്നു. ഇതിന്റെ പേരും പറഞ്ഞു. പിന്നെ അതിനുശേഷം അപ്പൊ ഞാൻ പിന്നെ പോയി സച്ചേട്ടനെ പോയി കണ്ടിട്ട്, അപ്പൊ അവര് മറ്റേ ചോക്ലേറ്റ് സിനിമ നല്ല പടമാണല്ലോ. നമ്മൾ അന്ന് നോക്കൂലേ അത് നല്ല പടം കൊള്ളാം. പിന്നെ നമുക്ക് ചെല്ലാൻ പറ്റിയ ആൾക്കാരും വേണമല്ലോ. അത് നമുക്ക് വെറുതെ നമുക്ക് ജോഷി സാറിനെ പോയി കാണാനൊന്നും പറ്റില്ല. പക്ഷെ ജോഷി സാറിന്റെ വീട്ടിൽ ഞാൻ സ്ഥിരം പോകും. ചാൻസ് ചോദിച്ചു അങ്ങനെ. അപ്പോൾ അങ്ങനെ സച്ചേട്ടനാണ് എനിക്ക് റോബിൻഹുഡ് എന്ന് പറഞ്ഞ പടത്തില് ഒരു ഡയലോഗ്, ജോഷി സാറിന്റെ പടത്തില് അവരാ സെക്കൻഡ് പടം. അപ്പൊ അതും ഇതും കൊണ്ട് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഒരെണ്ണോട്ട് പോകുമ്പോ മറ്റേ ടാർസം പോകുന്നുണ്ട് ഒരു പടത്തിലാണ് ചെന്ന് എന്താ ഏത് പടത്തില് എന്റെ പടം. പക്ഷെ അതിനൊരു കുറേയൊക്കെ ഒരു കാലാവധി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ആൾക്കാർ മറക്കണ രൂപ ചെല്ലണം ഈ റോള്. അതിനൊക്കെ ഇപ്പൊ നമ്മൾ പോയിട്ട് ആമെല്ലാം അഭിനയിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇപ്പൊ ചെയ്ത പടത്തിന്റെ ഇപ്പൊ അത് പറയാൻ പറ്റുള്ളൂ, എന്നും ഓർത്താൽ പോലും. ജോഷി സാറിന്റെ അടുത്ത് പിന്നെ എത്ര ഡയലോഗായിട്ടാണ് പോയത്? അല്ല, ജോഷി സാറിന്റെ അടുത്ത് പോകുന്ന കാര്യം സച്ചേട്ടനെ കണ്ടല്ലോ. സച്ചേട്ടന് അവരായിരുന്നു എന്റെ സേതുചേട്ടനും വരുന്ന എന്റെ റൈറ്റേഴ്സ്. അങ്ങനെ ചെന്നപ്പോ ഈ റോബിൻഹുഡില് ഒരു ഡയലോഗ് പറഞ്ഞ ബൈക്കിൽ പോയി ഡയലോഗ് പറഞ്ഞിട്ടൊരു ഒരു സീനുണ്ട്. അത് അപ്പൊ ഇതിപ്പോ അല്ല ഞാൻ പറഞ്ഞ അവിടെ ചെല്ലാനുള്ള കെയർ ഓഫ് സാഗറിലേക്കാക്കി. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതും കൊണ്ട് ഇത് രണ്ടും കൊണ്ടാണ് ഞാൻ മമ്മി ആൻഡ് മീ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി പോയി. അതിനകത്തൊരു ക്യാരക്ടർ കൂടെ കിട്ടി പറഞ്ഞത്. അങ്ങനെ ചെന്ന് പിന്നെ ഓഡീഷൻസ് ഒക്കെ പോകും. അങ്ങനെ പോയി കുറെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിനിമ കമ്പനി എന്ന പടത്തിന്റെ ഒരു ഓഡീഷൻ നടന്നത്, വലിയൊരു ഓഡീഷൻ, മമ്മാസിന്റെ. അപ്പൊ അതിന്റെ ഒരു വലിയ ഓഡീഷൻ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ നിന്ന് ഫൈനൽ ലാസ്റ്റ് വരെ വന്ന്. പക്ഷെ അവർക്ക് കുറച്ചും കൂടെ വൃത്തിയുള്ള ആൾക്കാരായിരിക്കണമല്ല ഹീറോസ് എന്നുള്ളത്. നീ ഹീറോ ആയിട്ടാണോ പോയത്? ഞാൻ ഹീറോ എന്ന് പറഞ്ഞാലേ ഞാനവിടെ എന്താ നോക്കൂല നമ്മള് ഹീറോ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാനങ്ങനെ അവിടെ ഓഡീഷൻ രാവിലെ പോയി എടപ്പള്ളി ഇവിടെ പൊന്നുരുന്തിയില് അവിടെയാണ്. അവിടെ നിറച്ച ആൾക്കാരാണ്. അപ്പൊ ഇവര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് വിളിച്ചേക്കുന്നത്. അത് തന്നെ 3000 പേരുണ്ട് വിളിച്ച ആൾക്കാർ തന്നെ ഈ പരിപാടിക്ക്. പിന്നെ അങ്ങനെ 3 ദിവസം 4 ദിവസം ഒക്കെ ചെയ്ത് അങ്ങനെ കുറെ ദിവസം പല നമ്മുടെ സ്വന്തം സ്കിറ്റ് ചെയ്യണം, അവര് പറയുന്നത് ചെയ്യണം. അപ്പൊ ഇതിന്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നത് ജിബുച്ചേട്ടനും സതീഷ് കുറുപ്പും അവരൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസർ ആരൊക്കെയാന്ന് നമുക്കറിയില്ലേ, അവരൊക്കെയാണ്. അവർക്ക് ഉണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഇത് കാണാൻ വേണ്ടി ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യുന്നു.
അത് കണ്ട് കണ്ട് ആ പടത്തിന്റെ മെയിൻ കാസ്റ്റിങ്ങിൽ എത്താൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ടായിരിക്കും അവര് ആ ബാബുരാജന്റെ കൂടെ ഒരു ഗുണ്ട ക്യാരക്ടർ എനിക്ക് തന്നു. ആ പ്രൊഡ്യൂസറാണ് ആമേന്റെ പ്രൊഡ്യൂസർ. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ പുതിയൊരു പടം ചെയ്യുന്നുണ്ട്, വാ ഒന്ന് ഡയറക്ടറെ കാണാൻ പറഞ്ഞു. വലിയ ചോദിച്ചാലൊന്നും പരിചയമില്ല നമുക്ക്. രതീഷ് എന്നുണ്ട്, നമ്മുടെ തൃശ്ശൂർ പേര് ക്ലിപ്തം ചെയ്തില്ലേ, രതീഷ് നമുക്കറിയാം. മഹാരാജ പഠിക്കുമ്പോഴൊക്കെ തൊട്ട് നാടകമായിട്ട് ബന്ധപ്പെട്ട് അറിയാം. ഞാൻ മഹാരാജ പഠിച്ചിട്ടില്ല കേട്ടോ, അവനോട് പഠിക്കുന്നതും അങ്ങനെ അറിയാം നമുക്ക്. രതീഷ് അതിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു, അനുരാജ് മനോഹർ നമ്മുടെ അവരൊക്കെ. അപ്പോൾ രതീഷ് അവിടെ ചെന്നപ്പോൾ ഓൾറെഡി നമ്മുടെ ജോലിയല്ല പോയി ചാൻസ് ചോദിക്കുന്ന വെച്ചാൽ കാണല്ലേ പറഞ്ഞിട്ടു. പക്ഷെ ഫരീദക്കാണ് നമ്മൾ കൊണ്ടുപോയത്, എൻ്റെ പ്രൊഡ്യൂസർ. ചെന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡേറ്റും ആൾക്കാരെ കാസ്റ്റിംഗ് കഴിഞ്ഞു. ബാൻഡുകാരടാ എൻ്റെ അടുത്ത് പറഞ്ഞ് ബാൻഡ് സെറ്റിനൊപ്പം വേണ്ട, അതിൻ്റെ ഒപ്പം വന്നിട്ട് യൂണിഫോം. കാര്യം അതിനകത്ത് ബാൻഡുകാർ തന്നെ കുറച്ചു പേര് കാസ്റ്റിംഗ് കഴിഞ്ഞു. ഇത് മീനരാജ മോഷങ്ങളില്ലേ, ഫാലി പടത്തിലെ വയസ്സെന്ന് ആ ചേട്ടനൊക്കെ അതിനകത്തുണ്ട്. നമ്മുടെ ഷാബു, അവരൊക്കെ ഗംഭീര നാടകക്കാരൊക്കെയാണ്. അവരൊക്കെ ഓൾറെഡി അതിനകത്തുണ്ട് ബാൻഡ് സെറ്റിൽ. പക്ഷെ ഞാൻ പിന്നെ പോന്നു. പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയി സമയമില്ല, നമുക്ക് അടുത്ത ആളെ കണ്ട് അടുത്ത ഡയറക്ടർമാരെ കണ്ടിട്ട് തിരക്ക് പിടിച്ച് പോകുന്നു. നമുക്ക് ഭയങ്കര തിരക്കാന്നു. തിരക്കൊരു കുറവൊന്നുമില്ല. കാര്യം അന്നൊരു ഡേറ്റില്ല. ഓഡീഷന് പോണം, ഡയറക്ടറെ കാരണം ജോലിക്ക് പോകണം, എന്തെങ്കിലും ജോലിക്കും പോകണം. ജോലിക്കും പോകും, കൂട്ടുകാരൊപ്പം ഹെൽപ്പറായിട്ടൊക്കെ പോകില്ല. എന്തൊക്കെ ജോലി? അത്യാവശ്യം നമ്മൾ പെയിന്റിങ് അങ്ങനത്തെ പണി. എല്ലാവർക്കും കൂടുതൽ പെയിന്റിംഗ് ആണ്. പെയിന്റിങ്ങിന്റെ ഞാൻ കണ്ടേക്കുന്നത് ഈ പെയിന്റിങ്ങിൽ 2 ദിവസം പണിക്ക് പോയിട്ട് ഹെൽപ്പർമാർ പറഞ്ഞ പെയിന്റർ എന്ന് പറയുന്നത്. ബാക്കി ഒരു മരപ്പണിക്കൊന്നും അങ്ങനെ പറ്റില്ല. കൽപ്പണിക്കൊന്നും അല്ലെങ്കിൽ വെൽഡറിനൊന്നും പറ്റില്ല, പണി പഠിക്കണം. പെയിന്റിങ് എന്ന് പറഞ്ഞാൽ നല്ല പെയിന്റർ ആവില്ല, എന്നാലും വെറുതെ ഇപ്പൊ മറ്റേ നമുക്ക് പെയിന്റ് കടയിൽ തന്നെ പെയിന്റ് കൂട്ടണം മെഷീനൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ കൂട്ടൽ ടെൻഷൻ ഒന്നുമില്ല. മറ്റേ നല്ല അതിന്റെ ഒരു ബ്രില്യൻസ് വേറെ ഇല്ലേ. കളറ് കരിവിടെ തീർന്നു കഴിഞ്ഞാൽ അടുത്ത മുതലിലും, അല്ലെങ്കിൽ ഇളം മഞ്ഞ, കടും മഞ്ഞ, ഒടുക്കത്തെ മഞ്ഞ, അങ്ങനെ 3 കളറായി പോകും. ചില രാജ്യത്തിന്റെ ദേശീയപതാകകളായി പോകും മുതലൊക്കെ. ഇപ്പൊ ആ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ പെയിന്ററായിട്ട് പോയിട്ട് അറിയില്ല. നമുക്ക് പെയിന്റർ എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോ ഫസ്റ്റ് ക്ലീനിങ്ങാ, അന്ന് ഗണ്ണൊന്നും ഇല്ലല്ലോ, മറ്റേ ചകിരി തൊണ്ട് വെച്ചിട്ട് ചാമ്പ. അപ്പൊ അതൊരു പോക്കറ്റ് മണി. നമുക്ക് ഇങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കൂലി, ഫുഡ് ആൻഡ് അക്കോമഡേഷന്റെ കാശാണത്. വിളി വന്നു. അല്ല, ആമേനില് അങ്ങനെ നിന്നപ്പോ അതിനകത്ത് അന്ന് അഭിനയിക്കേണ്ട കുറെ ഒരു ആക്ട്രസ്, അതിനകത്ത് കുറച്ച് പേരൊക്കെ ഡേറ്റ് മാറിയിട്ടാണ് അതിനകത്ത് പുതിയ ആൾക്കാർ നിൽക്കണം. അതിനകത്ത് അപ്പോഴാണ് അവർ വിചാരിച്ച് എന്നാൽ മറ്റേ വിളിക്കാം. അങ്ങനെ എന്നെ വിളിച്ചിട്ട് ക്യാരക്ടർ ചെയ്തായിരുന്നു. അതൊന്നും നമുക്കറിയില്ലായിരുന്നു ആ പടം ഇങ്ങനെയാന്നാ. അവിടെ ചെല്ലുമ്പോൾ വെള്ളമായിട്ട് നടക്കല്ലേ ഇങ്ങനെ. കുറെ ദിവസം ഉണ്ടായിരുന്നു, ഷൂട്ട് ചെയ്യുന്നു. അതൊക്കെ ഷൂട്ട് ചെയ്ത് എനിക്കറിയില്ല ഇതൊക്കെ എന്തൊക്കെയാന്ന് സംഭവം. പടം അന്ന് ഭയങ്കര ഹിറ്റായിരുന്ന പടം. അത് അന്ന് ഇന്നും ഭയങ്കര രസമുള്ള പടം കാണാൻ. അങ്ങനെയാണ് ആ പടം. അതിൽ നിന്നാണ് ഞാൻ പിന്നെ ഇതുപോലെ തന്നെ പഴയ രീതിയിൽ ചെറിയ ചെറിയ ഡയലോഗ്, പിന്നെ ഡയലോഗൊക്കെ കിട്ടാൻ തുടങ്ങി. ചെറിയ പേരും നാളൊക്കെ ഉള്ള കഥാപാത്രം വരണം. പേരുന്നാളോ? മറ്റേ പേരില്ല. സാഗരലേശാക്കിൽ അഭിനയിച്ചപ്പോഴുള്ള കോമഡി എന്ന് പറയോ, അതിനകത്ത് പേരൊന്നുമില്ല. ഓട്ടോ ഡ്രൈവർ അല്ലേ? അല്ലല്ല, അതിനകത്ത് ഈ ഗണേശന്റെ പുള്ളിയുടെ ശിങ്കടി ആയിട്ട് പൊളിറ്റിക്കൽ ഗുണ്ടായിട്ടാ. എന്നുവെച്ചാ അവര് പറയുന്ന കേട്ട് പോയി, അതാണല്ലോ ഇവരെ പോയി തല്ലുന്ന, ഈ ഭാവനെ പോയി തല്ലുന്ന ഇവര് പുള്ളി പറഞ്ഞിട്ടാണല്ലോ അത്. അതിന് പേരൊന്നുമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, അടുത്ത ഡയറക്ടറിന് തോന്നുമ്പോഴേ എന്നെ എന്തെങ്കിലും, ഞാൻ ആ പടത്തിൽ സെബാസ്റ്റ്യൻ ക്യാരക്ടർ ചെയ്ത ചുമ്മാ അടിക്കും. ഇവര് പോയി നോക്കാൻ പോകണല്ലോ, അത് പേരൊന്നുമില്ല. ഞാൻ തന്നെ ഒരു പേര് പറഞ്ഞിട്ട് അതിനകത്ത് ജെയ്സൺ എന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ജെയ്സൺ ഏത് ഭാവനെ തല്ലുന്നില്ല, ചുമ്മാ ഒരടി അടിക്കും. ഇന്ന ആളുടെ പേരൊക്കെ പറയും. ആണോ? അപ്പൊ എന്നെ പേര് പ്രശ്നം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പേരില്ലെങ്കിൽ തന്നെ നമ്മളൊരു പേരുണ്ടാക്കി ഇവരൊരിക്കലും നമ്മളെ അത് പറഞ്ഞ് ചെറിയത് പറയാൻ പോകില്ല. നീ ഞങ്ങൾ പറ്റിച്ചില്ലടാ ഒന്നും പറയില്ലോ. അപ്പൊ അങ്ങനെ ഈ ആമൻ ഹിറ്റായി കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് പടങ്ങളിലൊക്കെ ഡയലോഗ് കിട്ടാൻ തുടങ്ങി. ചെറിയ കാശൊക്കെ തരും. നമുക്ക് നമ്മൾ അങ്ങനെയല്ല, നമുക്ക് പിന്നെ കാശിന്റെ ആവശ്യമില്ലല്ലോ, ഫാമിലി കാശിന്റെ ആവശ്യമില്ല. അങ്ങനെ നിന്നപ്പോഴാണ് സപ്തമശ്രീ തസ്കര. ഞാൻ പറയുന്നത് ഇതിന്റെ ഇടയ്ക്കൊക്കെ നല്ല പടം അഭിനയിച്ചെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന റോളും പടം കൂടെ ഹിറ്റ് ആവണമല്ലോ. സപ്തമശ്രീയില്, അതായത് സപ്തമശ്രീ നോർത്ത് 24 കാലത്തില് നമ്മുടെ പടത്തിന്റെ ഒരു ഇത് കണ്ടപ്പോ ആ പേര് നല്ല രസമുണ്ടല്ലോ. അങ്ങനെ ചെന്ന്
നമ്മുടെ ഖാലിദ് റഹ്മാൻ അവരൊക്കെയാണ് ശരിക്കും അതിൻ്റെ ഓഡിഷൻ നടത്തുന്നത്. റഹ്മാനൊക്കെ അസിസ്റ്റൻ്റാ. അങ്ങനെ അതിനകത്തൊരു ചെയ്തത് അനിലേട്ടൻ്റെ രണ്ടാമത്തെ പടമാണ് സപ്തമശ്രീ തസ്കര എന്ന് പറഞ്ഞ പടം. അതിനകത്ത് റോള് ശരിക്കും പറഞ്ഞാൽ വളരെ ഗുണം ചെയ്തു. പിന്നെ ആ പടം വന്ന് ഒരു ഓണത്തിന് ഇറങ്ങിയത് ഭയങ്കര ഹിറ്റായിരുന്നു. സപ്തമശ്രീ കണ്ടിട്ടാണ് ഞാൻ ആടിലേക്ക് വിളിച്ചത്. ഇതുപോലെ തന്നെ ഷാജി പാപ്പൻ്റെ ഗ്യാങ്ങിലായിരുന്നു, ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു. പിന്നെയാണ് അവിടെ ചെന്നിട്ട് അതൊക്കെ ഓക്കെ അതിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞപ്പോഴാണ് കഞ്ചാവ് സോമൻ ചേരുന്ന ആക്ടറിന് വേറൊരു പടത്തിലേക്ക് പോയി. ആ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാരണം എനിക്ക് അവിടെ അത് അഭിനയിക്കാൻ പറ്റില്ല. അങ്ങനെ ഷിഫ്റ്റായിട്ട് ഇതിനകത്തേക്ക് വന്നത്. അങ്ങനെ കഞ്ചാവ് സോമൻ മൂന്നാമത്തെ ഭാഗം ഇപ്പം ചെയ്യുന്നു. പൊളിക്കും, നല്ലതായിരിക്കും. അത് വെച്ചാൽ ഭയങ്കര ഇത്തിരി വലിയ പടമാണ്. ആടിൻ്റെ കുറച്ചും കൂടെ ബഡ്ജറ്റ്. വലിയ ആട്, അതാണ് ചെറിയ ആടല്ല. ആട് വലുതായല്ല, വലുതായി. അതെ അതെ, അതിപ്പോൾ ഇത് വലിയ ആടായി. കാര്യം സിനിമ മാറിയപ്പോൾ സിനിമ ഇപ്പോൾ പണ്ട് നമ്മുടെ ഇത്രയും എനിക്ക് ആട് വണ്ണിൽ ചിലപ്പോൾ ഒരു 80 തിയേറ്ററൊക്കെ ആയിരിക്കും അന്നൊക്കെ റിലീസാക്കുന്നില്ല. ഇപ്പൊ കൂടിക്കാണും. വലിയ അത്യാവശ്യം സെന്റേഴ്സ് ഷോയും എല്ലാം കൂടൂലേ. തിയേറ്ററും ഷോയും പിന്നെ മാത്രമല്ല എല്ലായിടത്തും റിലീസ് ഉണ്ടല്ലോ, വേൾഡ് വൈഡ് ആയിട്ട് റിലീസും. ആട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊക്കെ അറിയില്ല, എനിക്ക് ഇഷ്ടം കുറേ പടങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് എന്നെ ഇങ്ങനെ ആൾക്കാർ ഞാൻ പറയുന്നതെന്നാ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ കുറേ ഇംഗ്ലീഷ് കുറേ പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ. പക്ഷെ ആൾക്കാർ വിളിച്ച ആ പടം ഇഷ്ടപ്പെടും. അതിൻ്റെ കരിക്കുമ്പോൾ തന്നെ പടമില്ലേ, അതിനകത്തൊക്കെ കുടിയൻ പരിപാടി ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിളിക്കും, കൊള്ളാം. അത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് പടം കണ്ടിട്ട്. നിന്റെ പേര് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ പടങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഞാൻ ഒരു എന്താണ് പൈപ്പിൻ ചോട്ടിലെ പ്രണയം നമ്മള് ഒരു അതെ, അതാണ് ശരിക്കും പറഞ്ഞാല് നമ്മൾ അത്ര നാളേക്ക് കോമഡിച്ച അങ്ങനത്തെ റോളാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് കുറച്ച് ഇമോഷണൽ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ വേറെ തലത്തിൽ എനിക്ക് ഗുണമാണ് ചെയ്തത് പേഴ്സണലി. അത് എനിക്ക് അത്തരം ചെറിയ അയാളത് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതുകൊണ്ട് ഗുണം ചെയ്ത ഏറ്റവും വലിയ പടമാണ് പൊറിഞ്ചു മറിയും ജ്യൂസ്. അഭിലാഷൊക്കെ ആ പടം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സീൻ എന്തോ പടമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് പൊറിഞ്ചുവിൽ കുറച്ച് ഇമോഷൻ സീൻ ഉണ്ടല്ലോ. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കഞ്ചാവ് സോമനും സപ്തമസിലെ മറ്റേ സംഭവമൊക്കെ ഈ വർഗിയും മറ്റേ അങ്ങനത്തെ സെബിനും മര്യാദക്കല്ല ഇങ്ങനെ നടക്കുന്നത്. ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു മിക്കവാറും വർക്കിംഗ് ഡ്രസ് ആയിരിക്കും. നമ്മുടെ പാൻറ് ഷർട്ട് ഇട്ട് വൃത്തിയായിട്ട് വരച്ച പടം ജോസഫ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെന്നെ അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് എനിക്കൊന്നും ഒരിക്കലും ഈ പോലീസ് വേഷമൊന്നും കിട്ടാൻ പോകുന്നില്ല. കാര്യം എന്റെയൊക്കെ രൂപം ഡോക്ടറായിട്ട് ഡോക്ടറായിട്ടില്ല, കിട്ടിയിട്ടില്ല. ഡോക്ടർ, കളക്ടർ പറയട്ടെ. ഞാനെന്നിട്ട് ഈ പോലീസ് റോളില്ലേ, അപ്പൊ എല്ലാരും പറയും പോലീസ് റോളിന് വെച്ചാൽ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് പോലീസ് റോള് വരും. അപ്പൊ നമുക്കെന്തായാലും നമ്മള് പോലീസ് ആവനാഴിയും കമ്മീഷണറും മറ്റേ റോളുകളല്ലേ. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഇത് ജോസഫില് പോലീസ് ഇടയ്ക്കുന്ന യൂണിഫോം ഒക്കെ ഇടുന്നുണ്ടല്ലോ, ആ സൈബർ ഓഫീസർ, സൈബർ സെല്ലില്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ റോള് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്യാരക്ടർ പറയാൻ വേണ്ടി അങ്ങനെ പിന്നെ പൊറിഞ്ഞ് പിന്നെ പോലീസ് വേഷോട് ചെയ്തു മറ്റേ അല്ല അത് ചെയ്ത് പിന്നെ എസ് ഐ വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. ആ പടമൊന്നും അധികം കാര്യമായിട്ട് ഓടാത്തോണ്ട് അത് വേറെ പടങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇറങ്ങിയിട്ടില്ല. അതിനകത്ത് മറ്റേ അന്താക്ഷരി എന്ന് പറഞ്ഞൊരു പടം ചെയ്തായിരുന്നു. എസ് ഐ ആയിട്ട് വിപിൻ ദാസിന്റെ നല്ലത്. സോണിയിലുണ്ടത് നല്ല. ശരിക്കും വെബ് സീരീസ് ആയിരുന്നു ആദ്യം, അത് പിന്നെ സിനിമയ്ക്ക്. ഇനിയിപ്പോ ചെയ്യാനുള്ളത് ഡോക്ടറാണ്. വക്കീൽ ചെയ്തു മുകുന്ദനുണ്ടി അസോസിയേറ്റ്. ഡോക്ടർ ചെയ്തിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് MD കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ്. MBBS മാത്രമല്ലേ, പക്ഷെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ? MD എടുക്കണം പറഞ്ഞു മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സാധനം വേണം മനസ്സിൽ. അതെ ശരി. അല്ലേ, പിന്നെ കളക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതെ അതെ പറ്റും. ജീവിതത്തിലൊക്കെ ചെയ്യുന്ന റോളുകൾ. ഏത് കളക്ടർ നമ്മുടെ വിദ്യാഭ്യാസം അതൊക്കെ ഈ നേരത്തെ മഹാരാഷ്ട്ര പഠിച്ചിട്ടില്ലെന്ന് പറയാം. എവിടെയാ പഠിച്ചത്? അപ്പൊ ഞാന് IT ഒക്കെ ഞാൻ മറ്റേ
ഉന്നത വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഒന്നുമില്ല. പക്ഷെ മഹാരാഷ്ട്രയിലൊക്കെ സ്ഥിരം കയറി ഇറങ്ങുമല്ലോ, അറിയാലോ, നമുക്കൊരു ആശ്രയം വരുന്നു അവിടെ. അവിടെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് എത്തിയില്ല. എത്തിയില്ല. കൊച്ചി പ്രാന്തപ്രദേശങ്ങളിലായിരുന്നു കൂടുതലും. തോമ്പടി, കോട്ടച്ചി, മട്ടാഞ്ചേരി, കണ്ടമാലി, ചെല്ലാനം, കണ്ടക്കട വഴി ഇടക്കൊച്ചിക്ക് തിരിച്ചു ഇതാണ് റൂട്ട്. അതായിരുന്നു ഇങ്ങനെ ആ റൂട്ടിൽ കിടന്നു. കിഴക്ക് മറ്റേ വേമ്പനാട്ടുകാരും പടിഞ്ഞാറ് അറബിക്കടലായിരുന്നു. ഈ റൂട്ടിൽ കിടന്നുള്ള കറക്കുമായിരുന്നു. പിന്നെ വടക്ക് ജങ്കാറും തെക്കേ ഇടക്കൊച്ചി പാലും. നിങ്ങൾ നാടക ജീവിതം ഉണ്ടായിരുന്നു? നാടകം കളിച്ചിട്ടുണ്ട്. നാടകം എന്റെ അച്ഛനും ബാലെ ട്രൂപ്പ് ഉണ്ടായിരുന്നു. ബാലയൊക്കെ ഉണ്ടായിരുന്നു അച്ഛന്? നിങ്ങൾ കളിച്ചിട്ടുണ്ടോ ബാല? ഇല്ല, ഞാൻ അച്ഛനൊപ്പം വണ്ടിയിൽ പോയിരുന്നു. അച്ഛനെ മനസ്സിലാവില്ല ചെല്ലുമ്പോ. അച്ഛൻ ഇന്ദ്രനൊക്കെ ആയി മാറുമ്പോ ദുർവാസമൊക്കെ മാറുമ്പോ അച്ഛനോട് നോക്കി. ഞാൻ സ്കൂളിൽ പഠിക്കും, വെക്കേഷനൊക്കെ ആണല്ലോ, നമ്മുടെ സീസൺ ഇതാണല്ലോ, മാർച്ച് കഴിയുമ്പോഴാണല്ലോ ഈ ഉത്സവങ്ങള്. അപ്പൊ ദൂരെയൊക്കെ പോകുമ്പോ വേറെ ഒന്നല്ല, ഈ വണ്ടി പോകുമ്പോൾ ഉള്ളൊരു രസം ഉണ്ടല്ല, അങ്ങനത്തെ ഭക്ഷണം അവരുടെ കൂടെ. അപ്പൊ ഈ ബാലയുടെ പ്രശ്നം 3 മണിക്കൂറുണ്ടല്ലോ, ഇത് മിക്കവാറും തുടങ്ങുന്നത് രാത്രി വെളുപ്പിനൊക്കെ തീരുള്ളൂ. നമ്മുടെ ഉറക്കമൊക്കെ പ്രശ്നമാണ്. അങ്ങനെ പോയി നമ്മൾ സൈഡ് ബെഞ്ചിൽ ഇരിക്കും, അവിടെ ഇരിപ്പാണല്ലോ. അപ്പോൾ ഞാൻ പഠിക്കുന്ന പള്ളൂരത്തി സ്കൂളിലെ ഹെഡ് മാഷാണ് കുറെ ഇന്ദ്രനാട്ടൊക്കെ പഠിക്കുന്നത്. പുള്ളി കാണാൻ നല്ല ഭംഗിയാണ്. അച്ഛനൊക്കെ ഈ ഡബിൾ റോളൊക്കെ ചെയ്യും. ബാലയിൽ അങ്ങനെയല്ലോ, ഡബിൾ റോളൊക്കെ ചെയ്യണമല്ലേ. കുറച്ച് നമ്മൾ ചെല്ലുമ്പോൾ മാത്രമേ അച്ഛനെ കാണുള്ളൂ, പിന്നെ അച്ഛനാന്ന് മനസ്സിലാവില്ല. കാര്യം അന്നത്തെ വിഗൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ദുർവാസ വന്നിട്ട് അവിടെ ചായ കുടിച്ചില്ലേ, ചായപ്പൊക്കെ പറയും, അപ്പളാ അച്ഛൻ. അത് ഇപ്പൊ ആൾക്കാർ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവുന്ന എനിക്കറിയില്ല. അന്ന് നമുക്കറിയില്ല അച്ഛനോട് എന്ത് കാര്യം. അന്ന് ആരെന്തൊക്കെയാന്നറിയില്ല. ഇവരൊക്കെ അങ്ങനത്തെ മേക്കപ്പ് ഒക്കെ ഇട്ടാണല്ലോ ഇറങ്ങാം. നാരദം പോകും, നാരദ ഇടക്ക് മാറി വേറെ റോള് പോകും. ഒരു 2-3 റോളൊക്കെ ചെയ്യൂല ഇവര്. പിന്നെ അത്യാവശ്യം എല്ലാവരും ഈ ഓപ്പറ എന്ന് പറഞ്ഞ ഓപ്പറയൊക്കെ ആയിരുന്നു അന്ന്. ഷാഡോ ഗോപിനാഥ് സാറിന്റെ അങ്ങനൊക്കെ ആയിരുന്നു പറഞ്ഞത്. അപ്പൊ ഈ സംഗീതം, പാട്ടും, ഇവരെല്ലാരും ഡാൻസും. അപ്പൊ എത്ര പേരുണ്ടാവും? കുറെ പേരുണ്ടെന്ന്. കാര്യം അത്രയും സെറ്റൊക്കെ ഇല്ലേ. ബാലയുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇതൊന്നും ഇല്ല, ഡിജിറ്റലല്ല. എങ്ങനെ അന്നും വലിയ അന്ന് കാണാനും ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ. ഇവർക്ക് എനിക്ക് ഓർമ്മ ദശരഥൻ ബാലയെ കളിച്ചിട്ട് അച്ഛന് ഫാൻസ് എഴുത്തൊക്കെ വന്നിട്ടുണ്ട്. അമ്മ പറഞ്ഞിട്ടുണ്ട്. കാര്യം അത്ര രസമുള്ള ഇവിടെ ഇപ്പോഴത്തെ PR ദിനേശേട്ടനില്ലേ, ദിനേശേട്ടന് അതിനകത്ത് ശ്രീരാമനായിട്ടൊക്കെ വന്നിരിക്കുന്നത്. ഈ ബടം എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനല്ല, ബടം എന്ന് പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞാൽ കിണ്ണം കാച്ചി ഡയലോഗാ. ശത്രുഘ്ന കുമാരൻ തിരുമനസ്സുകൊണ്ട് മധുരാപുരിയിൽ നിന്നും യാത്ര പുറപ്പെട്ടതായി ദൂതൻ അറിയിച്ചു. ഇതൊക്കെ പറയാന്ന് പറഞ്ഞാൽ അത് ഫൈൻ ആർട്സുകളിലൊക്കെ ഒന്ന് പറയാന്ന് പറഞ്ഞത് ഭയങ്കര പണിയാണല്ലോ. ശരിക്കും IIT പഠിക്കണമെന്നാണ് ആഗ്രഹം, പക്ഷെ ITയിലേ പഠിച്ചത്. IT ആണ്. ഏതായിരുന്നു ട്രേഡ്? എയർ കണ്ടീഷൻ, AC മെക്കാനിക്ക്. എന്നിട്ട് അല്ല അന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ഗൾഫിൽ പോയിട്ട് രക്ഷപ്പെടാം. AC പഠിച്ചാൽ പിന്നെ പണി അറിഞ്ഞാൽ ഗൾഫിൽ പോകുന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഗൾഫിൽ പോകാൻ വേണ്ടി പഠിച്ചതാണ്? ഗൾഫിൽ പോകാൻ വേണ്ടി പഠിച്ച. എന്നിട്ട് എവിടെ വരെ എത്തി? കേക്ക് ഞാനിവരുടെ വരെ വിചാരിക്കുന്നത് ഞാൻ മമ്മൂക്കൊക്കെ ലാലണ്ട് കോമ്പറ്റീറ്റർ ആയിട്ട് നടക്കുന്ന ആളാണ്. നിന്റെ കുടുംബക്കാരാ? അല്ല, എന്റെ കുടുംബക്കാരും നാട്ടുകാർ. അല്ല, സോയാടി ഇന്നും ഒരു സിനിമയിൽ അഭിനയിക്കണം പറയുമ്പോ തന്നെ ഇവര് വിചാരിക്കും ഇവർക്ക് അത് ഉദ്ദേശിക്കുന്നത് വിചാരിക്കും. ഞാനല്ലാണ്ട് എന്നെ കുറിച്ച് ആരാ എന്റെ കൂടെ ആലോചിക്കണം? എന്നെ കുറിച്ച് ആലോചിക്കണം ഞാനാ, അല്ലേ? എന്റെ വീട്ടുകാർ പോലും അല്ല. പിന്നെ എന്തിനും ഇവർക്കൊക്കെ ഇത്ര ടെൻഷൻ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്റെ സൗന്ദര്യത്തെ കുറിച്ചും എന്റെ എല്ലാ കാര്യവും എന്റെ കൂടെ അറിയാതിരിക്കുക അവർക്ക് നാട്ടുകാർക്കാ. ചേട്ടാ, ചേട്ടനെ പോലൊരു സിനിമ കേട്ടാ, ഇത് ഞാൻ തോടെ പറഞ്ഞല്ല. അപ്പൊ ഞാൻ വെച്ച് പിന്നെ എന്നെ ആക്കണാണ് രാവിലെ. ദൈവമേ ചേട്ടാ, സിനിമയിലെ എന്നെ അവനും എൻ്റെ ചേട്ടന്ന് വിളിക്കുക പുള്ളി. അവൻ ചേട്ടനെ പോലെ തന്നെ മറ്റേ പടത്ത് കാണാം. അപ്പം പുള്ളി സിനിമ കാണാറില്ല, TV കാണണം. അപ്പോൾ പുള്ളി സിനിമ TV കാണുമ്പോൾ എന്നെപ്പോലെ ഒരുത്തിനെ കാണാറുണ്ട്. അത് ഞാനാന്ന് പുള്ളിക്കറിയില്ല സത്യത്തിൽ. അത് ഒട്ടും നുണ പറയുന്നല്ല, സത്യം ഒരു കാര്യം. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം അങ്ങനെയല്ല ധാരണ. ശ്രുതിക്കൊപ്പയുടെ കാരണം എന്താണ്? ഹെലികോപ്റ്ററിലൊക്കെ വന്നു സ്വന്തമായിട്ട് ഹെലികോപ്റ്ററൊക്കെ വേണമെന്ന് എൻ്റെ ആഗ്രഹം.
അവിടെ നമുക്ക് അവിടെ പറ്റൂലല്ലോ. നേവിയുടെ പ്രശ്നങ്ങളുണ്ട്. തോപ്പുമടിയിൽ ഇറങ്ങാനല്ല നേവിയുടെ. അല്ല പള്ളുരുത്തി കുഴപ്പമില്ലല്ലോ. ഇല്ലല്ല അവിടെ പള്ളുരുത്തി പ്രശ്നമില്ല. പള്ളുരുത്തി പെലവാണിപ്പം വരുമ്പോ കിട്ടും ഹെലികോപ്റ്റർ. അവിടെ കണ്ടിട്ടുണ്ടോ? അതോടെ പഠിച്ച് ഇനിയിപ്പോ സിനിമയിൽ ഒന്നും ഇല്ലെങ്കിൽ അല്ലേ ഡ്രൈവറായിട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഡ്രൈവറിന്റെ വേക്കൻസി പറയുക. ദീകോപ്പ ഒഴിവുള്ള സമയങ്ങളിൽ അല്ല കാശ് കൂടുതൽ മേടിക്കാം. സെലിബ്രിറ്റിയാണ് വണ്ടി ഓടിക്കുന്നത് അല്ലേ. അവരെ വഴക്കുറ എടുത്തോണ്ട് കൂടെ അടുത്തുണ്ട്. എന്താ ഒരാള് ഒരു സ്വന്തം ഒരു ബസ്സിനകത്ത് ഇരുന്ന് ആ ബസ്സുകാർ വഴക്ക് പറഞ്ഞ് കാണുമ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവും. ഇതെന്താ ഇവൻ ഇതിനകത്ത് ഇരുന്നിട്ട് അവരെ വഴക്ക് പറഞ്ഞതെന്ന് കേട്ടിട്ടുണ്ട്. ബസ് കണ്ടിട്ടില്ല. അത് മറ്റേ പുറകെ തന്നെ ബസ്സിന്റെ ആളാ. അവൻ കൂടുതൽ നേരം ഇടുമ്പോ മറ്റൊരു വരാൻ പറ്റില്ല. അതിന് ഗ്യാപ്പിച്ച അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്.